ഹരേ രാമ ഹരേ കൃഷ്ണ. ശനിയുടെ വക്രഗതി ജൂൺ 29 ശനിയാഴ്ച രാത്രി മുതൽ നവംബർ 15 വെള്ളിയാഴ്ച രാത്രി വരെയാണ്. നവഗ്രഹങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർമ്മഫലങ്ങൾ നൽകുന്ന നീതിമാനായ ശനിദേവന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു കർക്കശക്കാരനായ ഗുരുവിനെ പോലെ നമ്മുടെ വളർച്ചയ്ക്കും പക്വതയ്ക്കും ആവശ്യമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ ശനി നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികളും നഷ്ടങ്ങളും സമ്മാനിക്കും. ജീവിതത്തിലെ സ്ഥിരതയില്ലായ്മ, അപവാദങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അലസത, ഭയം, അപമാനം, തടവ്, അംഗവൈകല്യം തുടങ്ങിയ വെല്ലുവിളികളെ നാം നേരിടുമ്പോൾ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കി മാറ്റാമെന്ന് ശനി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമായ ശനി ക്ഷമയോടെ കാത്തിരിക്കേണ്ടതെങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കും. അവനവൻ്റെ കർമ്മഫലം കൃത്യമായ വിധിയെഴുത്തിലൂടെ നടപ്പിലാക്കി തരുന്നതും ശനിയാണ്. നിലച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് സൗഭാഗ്യം തരുവാനും ശനിക്ക് കഴിവുണ്ട്. തന്നെ ബഹുമാനിക്കുന്ന ഏതൊരാൾക്കും ശനി ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യും. ശനിയെ ഭയപ്പെടുകയല്ല നാം ചെയ്യേണ്ടത്, ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഒരു രാശിയിൽ ശനിദേവന്റെ സാന്നിധ്യം 2.5 വർഷത്തോളം നീണ്ടു നിൽക്കും. ജ്യോതിഷപ്രകാരം ശനി തൻ്റെ സഞ്ചാരപഥത്തിൽ സമയാസമയങ്ങളിൽ വക്രഗതിയിലും നേർരേഖയിലും സഞ്ചരിക്കും. വക്രഗതി എന്നാൽ പിന്തിരിപ്പൻ ചലനം എന്നാണ്, അതായത് പിന്നോട്ടുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. 2024 ജൂൺ 29 മുതൽ ശനി സ്വക്ഷേത്രമായ കുംഭരാശിയിൽ വക്രഗതിയിലായിരിക്കും. ഇത് ചില രാശിക്കാർക്ക് വളരെയധികം വെല്ലുവിളികൾ സൃഷ്ടിക്കുമെങ്കിലും മറ്റു ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളായിരിക്കും സമ്മാനിക്കുക. കർമ്മഫലദാതാവായ ശനി ജൂൺ 29 ശനിയാഴ്ച പുലർച്ചെ 12:36 AM കുംഭം രാശിയിൽ വക്രഗതിയിൽ ആരംഭിച്ച് നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 7:59 PM അതേ രാശിയിൽ തന്നെ വക്രഗതിയിൽ അവസാനിപ്പിക്കും. ഈ ഗതിമാറ്റം എല്ലാ രാശിക്കാരെയും പല രീതിയിലാണ് സ്വാധീനിക്കുക. ഓരോ 30 വർഷത്തിലും ഒരു 7ര ശനി, ഒരു അഷ്ടമശനി, 3 കണ്ടകശനി എന്നിവ വരുന്നതാണ്. അതായത് ഓരോ 30 വർഷത്തിലും ഏകദേശം 17.5 വർഷം ശനിയുടെ സമ്പൂർണ്ണ സ്വാധീനത്തിലായിരിക്കും. ഇതിനു പുറമെയാണ് ജന്മനക്ഷത്രത്തെ അടിസ്ഥാനമാക്കി വരുന്ന 19 വർഷത്തെ ശനിദശ. ശനിയുടെ സ്വാധീനം അനുകൂലമാക്കുന്നതിന് ശനീശ്വര പ്രാർത്ഥന, ശനിയാഴ്ച വ്രതം, ശാസ്ത ഗണേശ, ഹനുമാൻ ശിവഭജനം, അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കൽ, കാക്കകൾക്ക് ഭക്ഷണം നൽകൽ, കറുത്ത വസ്ത്രങ്ങൾ ധരിക്കൽ തുടങ്ങിയ പൊതുവായ പരിഹാരങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഇവ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരമാകുമെങ്കിലും പൂർണ്ണമായ ശാന്തി നൽകുകയില്ല. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി, പ്രത്യേകിച്ച് ശനി, വ്യാഴം, ശുക്രൻ എന്നിവയുടെ സ്ഥാനം അനുസരിച്ച് കൃത്യമായ പരിഹാര ക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പൊതുവായ പരിഹാരങ്ങൾ പ്രതീക്ഷിച്ച ഫലം നൽകണമെന്നില്ല. മാത്രമല്ല, കറുത്ത വസ്ത്രം ധരിക്കുന്നത് പോലുള്ള പൊതുപരിഹാരങ്ങൾ ജാതകത്തിൽ കറുപ്പ് അശുഭ നിറമായി വരുന്നവർക്ക് കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. ശനിയുടെ വക്രഗതി മൂലം നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിക്കാർക്ക് ഈ ആഴ്ച മുതൽ വരാനിരിക്കുന്ന 4 മാസക്കാലം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിദേവൻ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ജാഗ്രതയും ശ്രദ്ധയും അത്യാവശ്യമാണ്. എന്നാൽ ഈ കാലയളവ് പുതിയ അവസരങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ആത്മപരിശോധനയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും അനുയോജ്യമായ സമയമാണ്. തെറ്റിദ്ധാരണ കാരണം മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും ഫലപ്രദമായി ഉപയോഗിക്കുവാനും പറ്റുന്ന സമയമാണ്. ഒരു കർക്കശക്കാരനായ അധ്യാപകനെ പോലെ ശനി ഭഗവാൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യും. തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ടു പോകുവാനുള്ള വഴികൾ കാണിച്ചു തരികയും ചെയ്യുന്നതാണ്. അനാവശ്യമായി വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുവാനും വിരോധമുള്ള ആളുകളോട് മുൻവിധികൾ മാറ്റി പുതിയ കാഴ്ചപ്പാടിൽ കാണുവാനും ഈ സമയം ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമായി തീരും.
ശത്രുക്കളെപ്പോലും സുഹൃത്തുക്കളാക്കുന്ന അവസരങ്ങൾ വന്നു ചേരുമ്പോൾ പഴയ കണക്കുകൾ തീർക്കാൻ നിൽക്കാതെ യുക്തിപൂർവം പെരുമാറിയാൽ ഭാവിയിൽ വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. ജന്മഗ്രഹയിൽ രാഹു നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, മേടം രാശിക്കാർ ഈ കാലഘട്ടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ക്ലേശം, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, വിദേശ യാത്രകളിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഉണ്ടാകുവാൻ ഇടയുണ്ട്. തൊഴിൽ മാറ്റം ആലോചിക്കുന്ന ആളുകൾ അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ശനിവ്രതം, അയ്യപ്പന് നീരാഞ്ജനം തുടങ്ങി പൊതുവായ പരിഹാരങ്ങൾ ഒരു പരിധിവരെ സഹായകരമാകുമെങ്കിലും വ്യക്തിഗത ജാതകം പരിശോധിച്ച് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായി തീരും. എന്നാൽ വെല്ലുവിളികൾക്കൊപ്പം പുതിയ അവസരങ്ങളും ഈ കാലയളവ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടും. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു നീങ്ങുക. ശനിദേവന്റെ അനുഗ്രഹം നിങ്ങളെ തുണയ്ക്കുന്നതായിരിക്കും. ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതാണ്. മേടരാശിക്കാർ ഈ വരുന്ന 4 മാസക്കാലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ അടുത്തുള്ള സർപ്പക്കാവിലോ തിരി തെളിയിക്കുന്നതും അവർക്ക് അഭിഷേകത്തിനായി പാലും മഞ്ഞൾപ്പൊടിയും സമർപ്പിക്കുന്നതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന വിധം ദീപം, അലങ്കാരം, നൈവേദ്യം എന്നിവ സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ശനിദേവൻ വക്രഗതിയിലേക്ക് നീങ്ങുന്ന ഈ 4 മാസക്കാലം ഇടവരാശിക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. 10ലെ ശനിയുടെ വക്രഗതി തൊഴിൽ മേഖലയിൽ വലിയ അവസരങ്ങൾ കൊണ്ടുവരും. എന്നാൽ പിതാവിനോ പിതൃസ്ഥാനീയർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും നിലവിലുള്ള അസുഖങ്ങൾ മൂർച്ഛിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ അവരുടെ ജാതക പരിശോധന നടത്തി ആവശ്യമായ മുൻകരുതലുകളും പരിഹാരങ്ങളും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിയമപരമായ തർക്കങ്ങളിൽ കോടതിയിൽ വിധി പറയുവാനുള്ള കേസുകളിൽ പ്രതികൂല ഫലം നൽകുവാനുള്ള സാധ്യത കൂടുതലായതിനാൽ സാധ്യമെങ്കിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതോ വ്യവഹാരങ്ങൾ 4 മാസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമം. ഈ സമയം ചിലർക്ക് തൊഴിൽ മേഖലയിൽ അത്ഭുതപൂർണമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരവും ശനിദേവൻ സമ്മാനിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. സ്വപ്നതുല്യമായ ചില അവസരങ്ങൾ വന്നു ചേരുമ്പോൾ സംശയിച്ച് നിന്ന് അവ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും ചില തിരിച്ചറിവുകൾ നൽകുന്ന സന്ദർഭങ്ങൾ വന്നുചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രണയം വിവാഹത്തിലേക്ക് കടക്കുവാനും സാധ്യതയുണ്ട്. കൃഷി, വാഹനം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭം വന്നുചേരും. എന്നാൽ മറ്റുള്ളവരോട് അഹങ്കാരത്തോടെ പെരുമാറുന്നതിൽ വലിയ വില നൽകേണ്ടി വരികയും ചെയ്യും. മര്യാദ, അനുകമ്പ തുടങ്ങിയ സദ്ഗുണങ്ങൾ പുലർത്തുന്ന ആളുകൾക്ക് ശനിദേവന്റെ അനുഗ്രഹം വന്നു ചേരുന്നതാണ്. ജന്മഗ്രഹനിലയിൽ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നവർ പിതാവിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. കോടതി വ്യവഹാരങ്ങൾ, സാമ്പത്തിക ഇടപാടുകളിലെ നഷ്ടം, ഭാഗ്യഹാനി, അലച്ചിൽ എന്നിവയും ഉണ്ടാകും. കൃത്യമായ ജാതക ഗണനം നടത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ വളരെയധികം രൂക്ഷമാകും. ഹനുമാൻ ചാലിസ പുസ്തകം കയ്യിൽ സൂക്ഷിക്കുന്നതും ദിവസേന ഒരു തവണയെങ്കിലും വായിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഈ സമയം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ശരിയായ ജാഗ്രതയും പരിഹാരങ്ങളും സ്വീകരിച്ചാൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും പുരോഗതി കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇടവരാശിക്കാർ ഈ വരുന്ന 4 മാസക്കാലം വെള്ളിയാഴ്ചകളിൽ ദുർഗാ ഭഗവതിയെ വൈകിട്ടത്തെ ദീപാരാധനയിൽ ത്രിമധുരം നേദിച്ച് സേവിക്കുന്നത് സകല ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ ദിവസങ്ങളിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം, അലങ്കാരം, നിവേദ്യമൊക്കെ കഴിപ്പിക്കുന്നതും വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ. ശനിദേവൻ വക്രഗതിയിലേക്ക് നീങ്ങുന്ന ഈ ആഴ്ച മുതൽ വരാനിരിക്കുന്ന 4 മാസക്കാലം
മിഥുനം രാശിക്കാരായ അവിവാഹിതർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. നിങ്ങളുടെ വിവാഹാലോചനകൾ പ്രതീക്ഷിച്ച പോലെ പുരോഗമിക്കാതെ വഴിമുടക്കുകളും തടസ്സങ്ങളുമായി വന്നുചേരും. ചിലപ്പോൾ വിവാഹ നിശ്ചയം വരെ എത്തിയ ആലോചനകൾ പോലും യാതൊരുവിധ കാരണവുമില്ലാതെ മുടങ്ങിപ്പോകുന്നതാണ്. അതിനാൽ 4 മാസക്കാലം വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരുവിധ തിടുക്കവും കൂട്ടാതെ മെല്ലെ പോകുന്നതായിരിക്കും ഉചിതം. തിടുക്കത്തിൽ നടത്തുന്ന വിവാഹങ്ങൾ ചിലപ്പോൾ വൻ പരാജയമാകുവാനും സാധ്യതയുണ്ട്. കൂടാതെ അന്യസ്ത്രീ ബന്ധങ്ങളിൽ അകപ്പെടുവാനുള്ള പ്രവണതയും ശ്രദ്ധിക്കേണ്ടതാണ്. ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും ചിലരിൽ കണ്ടേക്കാം. ഈ 4 മാസക്കാലം ഈ പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടണമെന്നില്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കാതെ വേണ്ടവിധം ഉടനടി വൈദ്യസഹായം തേടുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ജാതകത്തിലെ രാഹുവിൻ്റെ സ്ഥാനമനുസരിച്ച് സർപ്പങ്ങൾക്ക് നോറും പാലും നൽകുന്നത് ഒരു പരിധിവരെ ആശ്വാസം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അതിനാൽ സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ്. കൂടാതെ എഴുത്തുകുത്തുകൾ നടത്തുമ്പോൾ കാര്യങ്ങൾക്ക് കൃത്യമായ വ്യക്തത ഉണ്ടായിരിക്കണം. ജോലിയിൽ സീനിയർ തലത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും പരിഹാസം കേൾക്കേണ്ട അവസ്ഥയും വന്നുചേരും. ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മസംയമനം പാലിക്കുന്നത് വളരെയധികം പ്രധാനമാണ്. ക്ഷമയും സഹിഷ്ണുതയും കൈവിടാതെ പ്രതിസന്ധികളെ നേരിടുക. ഈ സമയത്തെ ക്ഷമയും സംയമനവും പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചിലർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലോ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുവാനോ പങ്കാളിക്ക് രോഗാവസ്ഥ ഉണ്ടാകുവാനോ ഉള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയോ ബിസിനസ് പങ്കാളിയുടെയോ ജാതകത്തിലെ ഗ്രഹനിലയിൽ ശനി നിൽക്കുന്ന ഭാവം വെച്ച് ഉചിതമായ പരിഹാരം ചെയ്താൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചാൽ ഈ വിധ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും പുരോഗതി കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മിഥുന രാശിക്കാരായ ആളുകൾ ഈ വരുന്ന 4 മാസക്കാലം ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിയെ വൈകുന്നേരത്തെ ദീപാരാധനയിൽ തൊഴുന്നതും നെയ്വിളക്ക് തെളിക്കുന്നതും സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ്. ഇതിനു പുറമെ പക്കപ്പിറന്നാളും അനുജന്മ ദിവസങ്ങളിലും ശ്രീകൃഷ്ണ സ്വാമിയുടെ ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം, അലങ്കാരം, നിവേദ്യമൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. അഷ്ടമത്തിലെ ശനിദേവൻ വക്രഗതിയിലേക്ക് നീങ്ങുന്ന ഈ വാരാന്ത്യം മുതൽ അടുത്ത 4 മാസക്കാലം വിദേശയാത്ര, വിദേശ പഠനം, താമസം, തൊഴിൽ തുടങ്ങി സ്വപ്നം കാണുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. ഇവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ കർക്കിടക രാശിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശശമംഗളയോഗം ലഭിക്കുന്നതിനാൽ അവർക്ക് ദീർഘായുസോടെ ധീരരും വിജയികളുമായി ഭവിക്കും. മാതാവിന് ഭാഗ്യവും കീർത്തിയും നൽകുന്നവരുമായിരിക്കും. ചിലർക്ക് ഭാര്യയുടെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ തടസ്സങ്ങളോ അസുഖങ്ങളോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അന്യസ്ത്രീ ബന്ധങ്ങൾ മൂലം അപകീർത്തിയോ വൻ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഭാവി ജീവിതത്തെ ബാധിക്കുന്നതിനാൽ ഓരോ ചുവടുവയ്ക്കുമ്പോഴും അതീവ ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ടതാണ്. ശനിയുടെ ഈ വക്രഗതി ആത്മീയതയിലേക്കുള്ള ഒരു യാത്രാ കുടീരമായിരിക്കും. ഈശ്വരവിശ്വാസം ശക്തമാകുകയും മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഈശ്വരവിശ്വാസത്തിലൂടെ തിരിച്ചു പിടിക്കുവാനുമുള്ള ചിന്താശേഷി ശനി ഭഗവാൻ നിങ്ങൾക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസമോ അറിവോ നേടുവാനുള്ള അവസരങ്ങളും ഈ സമയം വന്നു ചേരുന്നതാണ്. അതിനാൽ ഈ കാലയളവിനെ ഒരു പുതിയ തുടക്കമായി കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് വളരെയധികം ഗുണം ചെയ്യും. എന്നിരുന്നാലും ജാഗ്രതയുടെ ആവശ്യകതയും ഈ സമയത്ത് അനിവാര്യമാണ്. ജന്മഗ്രഹനിലയിൽ ശുക്രന്റെ ഉച്ചനീച രാശി ഗണിച്ച് ദശാനാഥനെ പ്രീതി വരുത്താത്ത പക്ഷം
അന്യസ്ത്രീ ബന്ധം മൂലം വലിയ മനോവിഷമത്തിനും ഭീമാകാരമായ നാണക്കേടിനും ഇടയാകും. മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. മാരകമായ അസുഖങ്ങൾ വന്നുകൂടുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ജാതക ഗണനം നടത്തി ദേവിയുടെ സാന്നിധ്യം ഏതു ഭാവത്തിൽ എന്ന് നോക്കി വേണം പരിഹാരം നിശ്ചയിക്കേണ്ടത്. വ്യക്തിഗത ജാതക വിശകലനം ചെയ്യുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ഈ കാലയളവിനെ ഫലപ്രദമായി ഉപയോഗിക്കുവാനും സഹായിക്കുന്നതാണ്. കർക്കിടക രാശിയിലുള്ള പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ സമുദ്ര തീരത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നത് വളരെയധികം അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴുകയും അതുപോലെ ദീപം, അലങ്കാര നിവേദ്യം എന്നിവയൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ശനിദേവൻ വക്രഗതിയിലേക്ക് നീങ്ങുന്ന ഈ ആഴ്ച മുതൽ വരാനിരിക്കുന്ന 4 മാസക്കാലം ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം, നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ, സൽഗുണസമ്പന്നന്മാരായ സന്താനങ്ങളുടെ ജനനം, കുടുംബത്തിൽ ശുഭകരമായ സംഭവങ്ങൾ തുടങ്ങി നിരവധി നല്ല കാര്യങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന അവിവാഹിതരായ ആളുകൾക്ക് ഈ സമയം ഏറെ അനുകൂലമാണ്. മികച്ച ആലോചനകൾ വന്നു ചേരുകയും പെട്ടെന്ന് തന്നെ തടസ്സങ്ങളൊന്നും കൂടാതെ വിവാഹം നടക്കുകയും ചെയ്യും. കൂടാതെ തന്നെ സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സംബന്ധമായ ചികിത്സകളിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും. ഈ സമയത്ത് ശനിദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകും. ചിന്തകൾക്ക് വളരെയധികം തെളിച്ചമുണ്ടാകുകയും ചെയ്യും. തൊഴിൽ, സ്വഭാവം, ജീവിത പങ്കാളി, കരിയർ എന്നിവയിൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ജീവിതത്തിൽ ഉത്സാഹവും ആത്മാർത്ഥതയും നിലനിർത്തുവാനും നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുന്നതാണ്. വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ പേരും പ്രശസ്തിയും നേടുവാനുള്ള അവസരവും ഈ കാലയളവിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജന്മഗ്രഹനിലയിൽ കേതുവിൻ്റെ സ്ഥാനമനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ വരും കാലങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ 10 മടങ്ങായി വർദ്ധിക്കുന്നതാണ്. ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ പുസ്തകം ദാനം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ദമ്പതികൾ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ രാശിപ്രകാരം ഭാവം അനുസരിച്ച് ഗണപതി ഭഗവാന് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഗുണഫലമാകുന്നതാണ്. കൈവിട്ടുപോയി എന്ന് കരുതുന്ന ദാമ്പത്യം പോലും തിരികെ കൊണ്ടുവരുവാൻ അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ സമയമാണ് ഈ വരുന്ന 4 മാസങ്ങൾ. ഈ വരുന്ന 4 മാസക്കാലം ചിങ്ങം രാശിക്കാർ ശനിയാഴ്ചകളിൽ ആദിത്യ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ സമ്മാനിക്കാൻ ഇടവരും. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്നത് പോലെ ദീപം, അലങ്കാര നിവേദ്യമൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി. ജൂൺ മാസ അവസാനത്തോടെ ശനിദേവൻ വക്രഗതിയിൽ പ്രാപിക്കുന്നത് കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ സൃഷ്ടിക്കും. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, കുടുംബത്തിൽ പ്രത്യേകിച്ച് സന്താനങ്ങളുമായുള്ള അസ്വാരസ്യങ്ങൾ, കൃഷിയിലെ തിരിച്ചടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സമയത്ത് ക്ഷമയും സംയമനവും പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. തർക്കങ്ങൾ യുക്തിസഹമായി പരിഹരിക്കുവാൻ ശ്രമിക്കുകയും നിയമ നടപടിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും ജാതകത്തിൽ ശനി ഉച്ചസ്ഥിതിയിലുള്ളവർക്ക് ഈ കാലഘട്ടം അനുകൂലമായിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും നിങ്ങൾക്ക് പുനരാരംഭിക്കുവാനും വിജയം കൈവരിക്കുവാനും സാധിക്കും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. അടുത്ത 4 മാസങ്ങൾ കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം നിർണായകമാണ്. ജീവിത പങ്കാളിയെയോ ബിസിനസ് പങ്കാളിയെ പോലെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ബന്ധങ്ങളിലെ ചതി തിരിച്ചറിയുവാനും വീണ്ടും ചിന്തിച്ച് പ്രവർത്തിക്കുവാനും ശനിദേവൻ നിങ്ങളെ പ്രാപ്തരാക്കും.
തെറ്റിദ്ധാരണകൾ മാറ്റി സ്വയം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുവാനും ചിലർക്ക് ഈ സമയം അനുഗ്രഹമാകും. പുതിയ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുവാനും ശക്തമായ തിരിച്ചുവരവ് നടത്തുവാനും ശനിദേവന്റെ അനുഗ്രഹം നിങ്ങളെ തുണയ്ക്കുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ചൊവ്വ ഭർതൃസ്ഥാനത്ത് നിൽക്കുകയും നീചഭംഗ യോഗം അനുഭവത്തിലുണ്ടെങ്കിൽ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയോ പുതിയ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ വൻ പ്രതിസന്ധിയായി മാറും. ഈ സാഹചര്യം ഒഴിവാക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിക്കോ ഭദ്രകാളി അമ്മയ്ക്കോ പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. ഈ കാലയളവിൽ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്ര ദർശനം വളരെയധികം ഗുണകരമായി തീരും. ഈ സമയത്തെ വെല്ലുവിളികളെ അതിജീവിക്കുവാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും കന്നി രാശിക്കാർ ജാഗ്രതയോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കേണ്ടതാണ്. വിധിപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കി വിജയത്തിലേക്കുള്ള പാത തുറക്കുന്നതാണ്. വരുന്ന 4 മാസക്കാലം കന്നി രാശിക്കാർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളി അമ്മയെയോ നിർമാല്യം തൊഴുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും സൗഭാഗ്യങ്ങൾ നൽകും. ഇതിനു പുറമെ നിങ്ങളുടെ പക്കപ്പിറന്നാൾ അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളി അമ്മയെയോ തൊഴുകയും ദീപം, അലങ്കാരം, നേദ്യമൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. ശനിദേവൻ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നതോടെ അടുത്ത 4 മാസങ്ങൾ മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ചില പ്രതിസന്ധികൾ വന്നു ചേരും. അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ അവരുടെ ജാതകം വിശദമായി പരിശോധിക്കുന്നത് ഗുണകരമാണ്. എന്നിരുന്നാലും ഈ കാലയളവിൽ പിറക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും കുടുംബത്തിൽ സമൃദ്ധിയും അനുഭവപ്പെടും. പ്രത്യേകിച്ച് അടുത്ത 4 മാസത്തിനുള്ളിൽ തുലാം രാശിയിൽ ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് സർവോത്മുഖമായ ഭാഗ്യം സുനിശ്ചിതമാണ്. ശനിദേവന്റെ ഈ വക്രഗതി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു വഴിത്തിരിവായി തീരും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. ഭക്ഷണത്തിലും വ്യായാമത്തിലും പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാൻ ശനിദേവൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ പുതിയ ശീലങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ വളരെയധികം ഉന്മേഷവും ഊർജ്ജസ്വലതയും അനുഭവപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം കഠിനാധ്വാനത്തിലൂടെ വീണ്ടെടുക്കുവാൻ പറ്റിയ സമയമാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ രൂപപ്പെടുകയും അവ ക്രമമായും ചിട്ടയോടെയും നിറവേറ്റുവാനുള്ള അവസരവും ലഭിക്കും. ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. നഷ്ടപ്പെട്ട പ്രതാപവും ധനവും സൗഭാഗ്യങ്ങളും തിരികെ നൽകി ശനിദേവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ജന്മഗ്രഹനിലയിൽ ബുധൻ നിൽക്കുന്ന ഭാവം അനുസരിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായുമുള്ള പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. ശനി, ബുധൻ, കേതു ദശ നടക്കുന്നവർ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവം നോക്കി പരിഹാരം ചെയ്താൽ ശനിയുടെ വക്രഗതിയിലെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഈ സമയം ശരിയായി ഉപയോഗിച്ചാൽ വ്യക്തിപരമായുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരു സുവർണാവസരമായി മാറുന്നതാണ്. ജാതകത്തിൽ മറ്റു ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാത്ത തുലാ രാശിയിലുള്ള ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ഈ വരുന്ന 4 മാസക്കാലം സർപ്പക്കാവിൽ ദീപം തെളിയിക്കുന്നതും 100 പാലും നൽകുന്നതും തടസ്സങ്ങൾ അകറ്റുവാൻ സഹായിക്കും. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം, അലങ്കാരം, നേദ്യം ഒക്കെ സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ശനിദേവൻ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കും. സഹോദരങ്ങളുടെ പിന്തുണയും സ്നേഹവും ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നതാണ്. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാകും. അവരുടെ വിജയങ്ങളിൽ പങ്കുചേരുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ തടസ്സങ്ങളും മനോവിഷമവും അനുഭവിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ ജാതക പരിശോധന നടത്തി പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമായി തീരും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സാധ്യതയുണ്ട്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ചും ശുഭകരമാണ്. ഈ സമയത്ത് മക്കളുമായി കൂടുതൽ അടുക്കുവാനും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും ശനിദേവൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും മക്കളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്നവർക്ക്
അവർക്ക് വഴികാട്ടിയാകുവാനും സാധിക്കും. ഒഴിവു സമയങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് അവയെ നിങ്ങളുടെ കുടുംബത്തിനും സ്വയം വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ബിസിനസ്, ജീവിത പങ്കാളി, മക്കൾ എന്നിവരുടെ കാര്യത്തിന് മുൻപെടുത്ത ചില തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ തിരിച്ചറിവ് നിങ്ങളെ നിരാശപ്പെടുത്തരുത്. മറിച്ച് ഭാവിയിൽ കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു പാഠമായി ഇതിനെ കാണേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുണ്ടായിരുന്ന മടി മാറി മികച്ച വിജയം കൈവരിക്കുവാനുമുള്ള അവസരമാണ്. കല, സാഹിത്യം, ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ സർഗ്ഗാത്മകത പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളും വന്നുചേരും. നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഈ സമയം വിനിയോഗിക്കുക. ജന്മഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്ന സ്ഥാനം അനുസരിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് വരാനിരിക്കുന്ന 4 മാസക്കാലം മക്കളുടെ കാര്യത്തിലും ബിസിനസ്സിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഗുണകരമായ ഫലങ്ങൾ സമ്മാനിക്കും. ശനിദേവന്റെ ഈ വക്രഗതി ഒരു പുതിയ തുടക്കത്തിനും വളർച്ചയ്ക്കും വഴിയൊരുക്കുന്ന ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറുകയും ചെയ്യുന്നതാണ്. വൃശ്ചിക രാശിയിലുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വരുന്ന 4 മാസക്കാലം ചൊവ്വാഴ്ച ദിവസം സിദ്ധി ഗണപതിയെയോ മഹാഗണപതിയെയോ കണ്ടു തൊഴുന്നും നെയ്വിളക്കും മോദകവും സമർപ്പിക്കുന്നത് വലിയ അനുഗ്രഹമായി തീരും. ഈ സമയത്ത് നിങ്ങൾ ആനകൾക്ക് ആഹാരം കൊടുക്കുന്നതും നല്ലതാണ്. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും ദീപം, അലങ്കാരം, നേദ്യം ഒക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ശനിദേവൻ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത് ധനു രാശിക്കാർക്ക് ജീവിതത്തിൽ ചില വെല്ലുവിളികൾ വന്നുചേരും. എന്നാൽ ഈ വെല്ലുവിളികളെ വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള പടവുകളായി കണ്ടുകൊണ്ട് നിങ്ങളുടെ അധ്വാനത്തിലൂടെ വൻ വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ്. മാനസികമായി പാകപ്പെടാൻ സഹായിക്കുന്ന പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അടുത്ത 4 മാസക്കാലം കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരു അകൽച്ച അനുഭവപ്പെടാം. ഈ സമയത്ത് തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തമായ ആശയവിനിമയത്തിൻ്റെ അഭാവം ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. ക്ഷമയും സഹാനുഭൂതിയും കൈവിടാതെ ചിലപ്പോൾ മൗനം പാലിക്കുന്നതാണ് ഉചിതം. വിവേകത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഈ സമയത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രം. എന്നാൽ ഈ കാലയളവിൽ അപ്രതീക്ഷിതമായ ധനാഗമനത്തിനുള്ള സാധ്യതയുണ്ട്. ഈ സാമ്പത്തിക നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ചെലവുകളും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. ധൂർത്തും ആഡംബരവും ഈ 4 മാസത്തേക്ക് പാടെ മാറ്റിവെക്കുന്നതാണ് ഉചിതം. അമ്മയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും അവരുടെ പിന്തുണ നേടുവാനും നിങ്ങൾ ഈ സമയം ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. സ്വന്തമായി ഭൂമിയോ വീടോ സ്വന്തമാക്കുവാനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. അല്ലെങ്കിൽ നിലവിലുള്ള വീടിൻ്റെ നവീകരണത്തിനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 4 മാസത്തിനുള്ളിൽ വാങ്ങുന്നത് വളരെയധികം അനുകൂലമായിരിക്കും. മുൻകാല ബന്ധങ്ങളിലെ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ ശനിദേവൻ നിങ്ങളെ പ്രാപ്തനാക്കും. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയും സുഹൃത്തുക്കളുടെയും യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുവാനും അവരുമായുള്ള ബന്ധങ്ങളെ കൂടുതൽ അർത്ഥവത്താക്കുവാനുമുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ജന്മഗ്രഹനിലയിൽ കുടുംബസ്ഥാനത്ത് ശനി നിൽക്കുന്നുണ്ടെങ്കിൽ മാതാവിന് രോഗാവസ്ഥയോ അരിഷ്ടതയോ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ശനിയുടെ ഭാവം നോക്കി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ധനു രാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ഈ വരുന്ന 4 മാസക്കാലം ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ തൊഴുന്നത് ശനിയുടെ ആനുകൂല്യം ലഭിക്കുവാൻ സഹായിക്കും. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്നത് പോലെ ദീപം, അലങ്കാരം, നേദ്യം സമർപ്പിക്കുന്നതും നല്ലതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ശനിദേവൻ വക്രഗതിയിലാകുന്ന ഈ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ സമയം സാമ്പത്തിക രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിട്ടിയിലോ നറുക്കെടുപ്പിലോ നിക്ഷേപങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് വന്നുചേരും. ശനി വക്രഗതി സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, ആശയവിനിമയ രീതികൾ പുനഃപരിശോധിക്കുവാനും
മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. മുൻപ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങൾ വീണ്ടെടുക്കുവാനും ബന്ധങ്ങളിൽ കൂടുതൽ പക്വത കൈവരിക്കുവാനും ഈ സമയം സഹായകരമാകും. മാധ്യമം, സിനിമ, രാഷ്ട്രീയം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമയം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കുവാനും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും ശ്രമിക്കുക. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ സമയം വ്യക്തിപരമായ വളർച്ചയ്ക്കും പക്വതയ്ക്കും വഴിയൊരുക്കും. ലക്ഷ്യബോധം വർദ്ധിപ്പിക്കുകയും ധനകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം ബോധം വളർത്തുകയും ചെയ്യേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളുമായും സുഹൃത്തുക്കളുമായും ഉള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഈ സമയം വളരെയധികം അനുകൂലമാണ്. ജന്മഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിനനുസരിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഈ സമയത്തെ ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. ഈ ശനി വക്രഗതി ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുവാനുള്ള അവസരമായി കാണുക. വരുന്ന 4 മാസക്കാലം മകരരാശിയിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ തിങ്കളാഴ്ചകളിൽ മഹാദേവനെ നിർമ്മാല്യം കണ്ടു വണങ്ങുന്നതും ശുദ്ധമായ നല്ലെണ്ണ ദാനം ചെയ്യുന്നതും നിങ്ങളുടെ ജാതകത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് വളരെയധികം ഉയർച്ചയ്ക്കും കാരണമാകും. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം, അലങ്കാരം, നേദ്യം ഒക്കെ സമർപ്പിക്കുന്നതും ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ. ശനിദേവൻ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിൽ ചില പ്രധാന മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ സമയം ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാമെങ്കിലും അവയെ അതിജീവിക്കുവാനും ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ശക്തിയും കഴിവും നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നതാണ്. അടുത്ത 4 മാസക്കാലം മോഷണ ശ്രമങ്ങളും സ്ഥാനചലനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ വീടും വസ്തുവകകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം അനാവശ്യമായ കോപവും ആലോചനയില്ലാത്ത പ്രവൃത്തികളും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. കാരണം ഇവ ജീവിതത്തിൽ ദോഷാനുഭവങ്ങൾക്ക് കാരണമായി തീരും. എന്നിരുന്നാലും ഈ ശനി വക്രഗതി കുടുംബ ബന്ധങ്ങളുടെ മൂല്യം പഠിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും ശ്രമിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം മികച്ച നിക്ഷേപങ്ങൾക്ക് അവസരം വന്നുചേരും. പുതിയ സ്വത്തുകൾ സ്വന്തമാക്കുവാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും സാധിക്കും. ഓഹരി വിപണിയിലും നിക്ഷേപം നടത്തിയ ആളുകൾക്ക് വൻ ലാഭം നേടുവാനുള്ള അവസരങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾക്ക് അറുതി വരുന്ന ഒരു സമയം കൂടിയാണ്. അവരുടെ വളർച്ചയിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ വന്നുചേരും. ജന്മഗ്രഹനിലയിൽ വ്യാഴം, ശുക്രൻ എന്നിവയുടെ സ്ഥാനം അനുസരിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് മാനസികമായും സാമ്പത്തികമായുമുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ്. ഈ ശനി വക്രഗതി ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും കാരണമാകുമെങ്കിലും ശരിയായ മനോഭാവത്തോടെയും ശ്രദ്ധയോടെയും ഈ സമയത്തെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വരുന്ന 4 മാസക്കാലം കുംഭം രാശിയിലുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പസ്വാമിയെ നിർമ്മാല്യം കണ്ടു വണങ്ങുന്നതും ശുദ്ധമായ നെയ്യ് ദാനം ചെയ്യുന്നതും ജാതകത്തിൽ മറ്റു ഗുരുതര പ്രശ്നങ്ങളില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം, അലങ്കാരം, നേദ്യം എന്നിവ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാനക്കാൽ, ഉത്രട്ടാതി, രേവതി. ശനിദേവൻ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത് തൊഴിൽ മേഖലയിൽ വളരെയധികം അഭിവൃദ്ധിയും അംഗീകാരത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും നേടുവാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള സാധ്യതകൾ ഈ സമയം വന്നുചേരുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ള വിപുലീകരണത്തിനോ അനുകൂലമായ സമയമാണ്.
ശനിയുടെ വക്രഗതി വെറും ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല, ആന്തരികമായ പരിവർത്തനത്തിനും വഴിയൊരുക്കും. ജീവിതത്തിലെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റുവാനും നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ലോകത്തിന് പകർന്നു നൽകുവാനുള്ള സുവർണ അവസരമായി ഈ സമയത്തെ കാണാം. ഉള്ളിലെ കലാകാരനെ പുറത്തു കൊണ്ടുവരുവാനോ പുതിയ കഴിവുകൾ പഠിക്കുവാനോ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനോ അനുകൂലമായ സമയമാണ്. ആത്മീയതയിലേക്കുള്ള അന്വേഷണങ്ങളും ഈ കാലയളവിൽ ശക്തി പ്രാപിക്കുകയും മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചുവരവിനുള്ള വഴി തെളിയുകയും ചെയ്യുന്നതാണ്. രാഷ്ട്രീയം, സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ശനിയുടെ അനുഗ്രഹത്താൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. വിമർശനങ്ങളെയും എതിർപ്പുകളെയും ക്രിയാത്മകമായി സ്വീകരിക്കുവാനും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാനും ഈ സമയം ശ്രദ്ധിക്കുക. ജന്മഗ്രഹനിലയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നിവയുടെ ദശാകാലം ഉള്ള ആളുകൾ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ശനിയുടെ വക്രഗതിയിലുള്ള ഫലങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയത്തെ ഊർജത്തെ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ പുരോഗതിയും സന്തോഷവും കൈവരിക്കുവാൻ ശ്രമിക്കുക. മീനരാശിയിലുള്ള പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഈ വരുന്ന 4 മാസക്കാലം കുടുംബക്ഷേത്രത്തിൽ ആചാരപ്രകാരം തൊഴുത് പിടിപ്പണം വാരി നടയിൽ സമർപ്പിക്കുന്നതും അവിടുത്തെ നിത്യചെലവുകൾക്ക് വേണ്ടിയുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്ന ആചാര്യനെ യഥാവധി ആദരിക്കുന്നതും ജാതകത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾക്ക് കാരണമാകും. ഇതിനു പുറമെ പക്കപ്പിറന്നാൾ, അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയും വിധം ദീപം, അലങ്കാരം, നേദ്യം എന്നിവ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.